ഇന്ന് നാം ആണ്ടുവട്ടത്തിലെ 27-ാം ഞായറിൽ പ്രവേശിക്കുന്നു. പുരുഷൻ തനിച്ചിരിക്കുന്നത് നന്നല്ല എന്ന് ചൊല്ലി അവന് തുണയായി സ്ത്രീയെ നൽകുന്ന ദൈവത്തെ ഇന്നത്തെ ആദ്യ വായനയിലും മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വയം ശൂന്യനായി സഹനങ്ങൾ പേറി നമ്മെ സഹോദരങ്ങളെന്ന് വിളിക്കുന്ന ക്രിസ്തുവിനെ രണ്ടാം വായനയിലും ഭാര്യ-ഭർത്തൃ ബന്ധത്തിൻ്റെ പവിത്രതയെ വിവരിക്കുന്ന ക്രിസ്തുവിനെ ഇന്നത്തെ സുവിശേഷത്തിലും നാം ദർശിക്കുന്നു. ദൈവം ആദിയിൽ എല്ലാം സൃഷ്ടിച്ചതിനൊടുവിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് തുണയായി സ്ത്രീയെ നൽകുകയും ചെയ്തു. ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു കൃത്യമായി വിവരിക്കുന്നു. ഇരുവരും ചേർന്നെടുത്ത വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ അതിൽ നിന്നും അകന്നു പോകുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ഓരോ ദിനവും തങ്ങൾ ദൈവത്തിൻ്റെ മുന്നിലും തിരുസഭയുടെ മുന്നിലും ചെയ്ത പ്രതിജ്ഞയും ഏറ്റെടുത്ത വിവാഹ ജീവിത വാഗ്ദാനവും ഓർക്കുമെങ്കിൽ എല്ലാ ദിനവും എല്ലാവർക്കും, എല്ലാ കുടുംബിനികൾക്കും, എല്ലാ കുടുംബനാഥന്മാർക്കും ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കും. ഒരുമയോടെ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സുന്ദരമായ ജീവിതത്തിൽ നിന്നും ഉരുവിടുന്ന പ്രത്യുത്തരിക്കുന്ന മക്കളുടെ ജന്മം ഏറ്റവും ഉദാത്തമായ ഒന്ന് തന്നെ ആയിരിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ മക്കളെ പോറ്റുവാനും പരിപാലിക്കുവാനും കടമയുള്ള ഒരു ജീവിത അന്തസ്സാണ് ദൈവം നൽകുന്ന വിവാഹ ജീവിത അന്തസ്സ്. ഇത് ഏറ്റെടുക്കുന്ന ഓരോരുത്തർക്കും അത് നിർവഹിക്കുവാനുള്ള കടമയും ഉത്തരവാദിത്വവും ഉണ്ട്. പരസ്പരം അറിയാതെയും പരസ്പരം ക്ഷമിക്കാതെയും പരസ്പരം തങ്ങളുടെ ജീവിതങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സന്തോഷവും സുഖവും ദുഃഖവും ഒക്കെ പങ്കുവയ്ക്കാതെയും അകന്ന് ജീവിക്കുമ്പോൾ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന വിള്ളലുകൾ ആർക്കും നികത്തുവാനാകില്ല. അത് ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒടുവിൽ ക്രിസ്തുവിൻ്റെ അടുക്ക് ചെന്ന് ദൈവത്തിൽ നിന്നും നാം ക്ഷമയും ദൈവത്തിൽ നിന്നും സ്നേഹവും ഊർജവും ഒക്കെ ആർജിച്ചെടുക്കുമ്പോൾ വിവാഹ ജീവിതത്തിലുണ്ടായ വിള്ളലുകൾ നികത്തുവാൻ സാധിക്കും. അതിനുള്ള അവസരം ദൈവം നൽകുമ്പോൾ അത് ഉപയോഗിക്കാം. ദൈവം എല്ലാ വിവാഹിതരെയും തങ്ങൾക്ക് നൽകിയ തുണകളെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാനും അതിൽ നിന്നും ലഭിക്കുന്ന സ്നേഹത്തിൽ നിന്നും ലഭിക്കുന്ന മക്കളെ പരിപോഷിപ്പിക്കുവാനും പരിപാലിക്കുവാനും വിവാഹത്തിൽ നിന്നും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വിശ്വാസവും വിശുദ്ധിയും നൽകി ജീവിക്കുവാനും എല്ലാ ദമ്പതികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.